തിരുവനന്തപുരത്തെ അദാനി എയർപോർട്ടിലുള്ള F-35 ബ്രിട്ടീഷ് യുദ്ധവിമാനത്തിന്റെ സാങ്കേതിക തകരാർ പരിഹരിക്കാൻ 30 അംഗ സംഘം ഉടനെ എത്തും. ആ സംഘത്തിനും തകരാർ പരിഹരിക്കാനായില്ലെങ്കിൽ യുദ്ധവിമാനം എയർലിഫ്റ്റ് ചെയ്യാനും പദ്ധതിയുണ്ട്. ഇതിനായി പ്രത്യേക വിമാനം തലസ്ഥാനത്ത് എത്തിച്ചേരും. അടിയന്തര ലാൻഡിംഗ് നടത്തിയ അമേരിക്കൻ നിർമ്മിത വിമാനത്തിന്റെ തകരാർ പരിഹരിക്കുന്നതിൽ സങ്കീർണത ഏറെയാണ്. അതുകൊണ്ടാണ് ഈ വിമാനം തിരിച്ചുകൊണ്ടുപോകുന്നത്. തകരാർ പരിഹരിക്കാൻ ബ്രിട്ടീഷ് നേവിയുടെയും വിമാനത്തിന്റെ നിർമ്മാതാക്കളായ അമേരിക്കൻ കമ്പനി ലോക്ഹീഡ് മാർട്ടിന്റെയും എഞ്ചിനീയർമാരായിരിക്കും എത്തുന്നത്. വിമാനത്തിന്റെ ഹൈഡ്രോളിക് സംവിധാനമാണ് തകർന്നത് എന്നാണ് വിവരം. കടലിൽ 100 നോട്ടിക്കൽ മൈൽ അകലെ നങ്കൂരമിട്ട HMS പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന പടക്കപ്പലിൽ നിന്ന് ബ്രിട്ടീഷ് എഞ്ചിനീയർമാർ വന്ന് ശ്രമിച്ചിട്ടും തകരാർ പരിഹരിക്കാൻ കഴിഞ്ഞില്ല. യുദ്ധവിമാനം ഇപ്പോഴും വിമാനത്താവളത്തിലെ ഡൊമസ്റ്റിക് ബേ 4-ലാണ് കിടക്കുന്നത്. കഴിഞ്ഞ 15-നാണ് ബ്രിട്ടീഷ് നാവികസേനയുടെ അമേരിക്കൻ നിർമ്മിത F-35B സ്റ്റെൽത്ത് ഫൈറ്റർ വിമാനം അടിയന്തരമായി നിലത്തിറക്കി. അദാനി എയർപോർട്ടിന് വലിയൊരു തുക വാടക നൽകിയാണ് വിമാനം തിരുവനന്തപുരത്ത് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. ലാൻഡിംഗ് നടത്തിയ ബ്രിട്ടീഷ് യുദ്ധവിമാനം ഇന്ത്യയുടെ ഹാങ്കറിലേക്ക് മാറ്റാൻ വിസമ്മതിച്ച ബ്രിട്ടീഷ് നാവികസേനയുടെ നിലപാടും ചർച്ചയായിരുന്നു. വിമാനങ്ങൾ അറ്റകുറ്റപ്പണികൾ നടത്തുന്ന കെട്ടിടമാണ് ഹാങ്കർ എന്നറിയപ്പെടുന്നത്. അത്യാധുനിക സാങ്കേതിക സംവിധാനങ്ങളുടെ ഏറ്റവും വിലയേറിയ യുദ്ധവിമാനങ്ങളിൽ ഒന്നായ അമേരിക്കൻ നിർമ്മിത F-35B വിമാനത്തിന്റെ രഹസ്യങ്ങൾ പുറത്തു പോകാതെ ഇരിക്കാനാണ് ബ്രിട്ടീഷ് നാവികസേന ഹാങ്കറിലേക്ക് മാറ്റാൻ വിസമ്മതിക്കുന്നത് എന്നാണ് സൂചനകൾ. എന്നാൽ ഈ സംഭവത്തെക്കുറിച്ച് ഒരുപാട് ട്രോളുകളും വന്നത് അമേരിക്കയ്ക്ക് നാണക്കേടായി മാറിയിട്ടുണ്ട്. OLXൽ ഈ വിമാനം ആക്രി വിലക്ക് വിൽപ്പനക്ക് വെച്ചെന്ന് വരെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് വന്നു. അത്ഭുത സാങ്കേതിക വിദ്യയാണെന്നും മറ്റാർക്കും കൈമാറില്ലെന്നും ഒക്കെ അമേരിക്ക വീമ്പിളക്കുന്നുണ്ട്. പക്ഷേ F-35ന്റെ തിരുവനന്തപുരത്തെ ആ കിടപ്പ് ലോകം കണ്ടതോടെ അവർക്കും നാണക്കേടായി. എന്നാൽ മലയാളത്തിലെ സംഘപരിവാർ അനുകൂല പേജായ നാരായണ അസ്ത്ര പറയുന്നത് ആരെയും ഞെട്ടിക്കുന്ന ഒരു കഥയാണ്. ഇന്ത്യൻ ടെക്നോളജിക്ക് മുന്നിൽ അമേരിക്കയും ബ്രിട്ടനും എന്തിന് ഈ ലോകം തന്നെ മുട്ടുമടക്കുന്ന ആ കഥ ഇങ്ങനെയാണ്. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന് മുന്നിൽ പാശ്ചാത്യ അഭിമാനം പരാജയപ്പെട്ടു എന്നാണ് നാരായണ അസ്ത്ര പറയുന്നത്. റോയൽ നേവിയുടെ അമേരിക്കയിൽ നിർമ്മിച്ച അത്യാധുനിക സ്റ്റെൽത്ത് ഫൈറ്റർ F-35B കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇന്ത്യയിലുണ്ട്. ആദ്യം നൽകിയ ഒഴിവുകഴിവ് ഇന്ധനം തീർന്നു എന്നായിരുന്നു. പിന്നീട് സ്വരം മാറ്റി ഹൈഡ്രോളിക് സിസ്റ്റം പരാജയപ്പെട്ടു എന്നായി. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന ആന്തരിക വാർത്തകൾ അമേരിക്കൻ സൈനിക സമുച്ചയത്തിന്റെയും അതിന്റെ സാങ്കേതിക മികവിന്റെയും അവകാശവാദങ്ങളെ കാറ്റിൽ പറത്തിയിട്ടുണ്ട്. യഥാർത്ഥ കാരണം എന്താണ് എന്നും ഈ നാരായണൻ പറയുന്നുണ്ട്. ഇന്ത്യൻ വ്യോമ പ്രതിരോധ റഡാർ F-35B ഇന്ത്യൻ വ്യോമാതിർത്തിയിൽ പ്രവേശിക്കുന്നത് കണ്ട ഉടനെ അത് ട്രാക്ക് ചെയ്ത് ലോക്ക് ചെയ്തു. ഇപ്പോൾ ഈ ലോക്ക് വളരെ കൃത്യവും അനങ്ങാൻ പറ്റാത്തതുമാണ്. അതുകൊണ്ട് പൈലറ്റിനോ അമേരിക്കൻ എഞ്ചിനീയർമാർക്കോ ആ സിസ്റ്റം മറികടക്കാൻ കഴിയില്ല. അതുപോലെ അമേരിക്കൻ എഞ്ചിനീയർമാർക്ക് ഇത് അൺലോക്ക് ചെയ്യാൻ അറിയുകയുമില്ല. ദിവസങ്ങളായി അമേരിക്കൻ ബ്രിട്ടീഷ് സാങ്കേതിക സംഘങ്ങൾ ചായ കുടിച്ചും കോഡുകൾ ടൈപ്പ് ചെയ്തും വീർത്ത് കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ F-35 പറന്നുയരാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ്. 5ാം തലമുറയിലെ ഏറ്റവും മാരകവും ഏറ്റവും വികസിതവും ലോകത്തിലെ ഗെയിം ചേഞ്ചറും എന്ന് അമേരിക്ക വിശേഷിപ്പിച്ചിരുന്ന യുദ്ധവിമാനം ഇപ്പോൾ ഇന്ത്യയുടെ മണ്ണിൽ നിസ്സഹായനായി നിൽക്കുകയാണ്. ഇന്ത്യ ഒരു ഇന്റർസെപ്റ്റർ മിസൈലും വിക്ഷേപിച്ചിട്ടില്ല. ഇലക്ട്രോണിക് ജാമിംഗ് നടത്തിയിട്ടില്ല. ഇന്ത്യൻ റഡാർ മാത്രമാണ് അത് പിടികൂടി ലോക്ക് ചെയ്തത്. അതിനുശേഷം അതിന് പറക്കാനോ അനങ്ങാനോ കഴിയുന്നില്ല. F-35B വെറുമൊരു യുദ്ധവിമാനമല്ല, മറിച്ച് അമേരിക്കയുടെ സൈനിക വിശ്വാസ്യതയുടെ പ്രതീകമാണ്. ഇപ്പോൾ ആ ചിഹ്നം ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന് മുന്നിൽ നിഷ്ഫലമായി നിൽക്കുന്നു. ഇന്ത്യ ഇനിയൊരു വികസ്വര നിസ്സഹായ രാഷ്ട്രമല്ല, മറിച്ച് ആധുനിക സാങ്കേതിക വിദ്യയുടെയും സ്വാശ്രയത്തിന്റെയും പാതയിൽ ഒരു ലോക സൂപ്പർ പവറായി മാറുന്നതിലേക്ക് നീങ്ങുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനകളാണ് ഈ വിമാനത്തിന്റെ ലോക്ക് നൽകുന്നത്. ഇതാണ് നാരായണ അസ്ത്രേട്ടൻ പറയുന്നത്. ചാണകത്തിൽ നിന്നും പ്ലൂട്ടോണിയം ഉണ്ടാക്കിയതും ഇതേ ആളുകളാണെന്ന് തോന്നിപ്പോകും. ഒരു റഡാർ ലോക്ക് ചെയ്യുന്നു എന്നത് ആമത്തായിട്ട് പൂട്ടുകയല്ല ചെയ്യുന്നത്. റഡാർ അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റിനെ കണ്ടെത്തുകയും അതിന്റെ ട്രാക്ക് പിന്തുടരുകയും ചെയ്യുന്നതാണ് ട്രാക്കിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ട്രാക്ക് ചെയ്ത് അതിന്റെ പൊസിഷൻ, ദൂരം, വേഗത എന്നിവ കൃത്യമായി മനസ്സിലാക്കുന്ന ആ സമയത്തെ ലോക്ക് എന്ന് പറയും. അതിനർത്ഥം ആ റഡാർ ഒരു വസ്തുവിനെ അല്ലെങ്കിൽ പ്ലെയിനിനെ ലോക്ക് ചെയ്ത് അനങ്ങാൻ പറ്റാതെ ബന്ധനത്തിലാക്കി എന്നല്ല, അതിന്റെ നീക്കങ്ങൾ എല്ലാം മനസ്സിലാക്കി എന്ന്. എത്ര ആധുനിക റഡാർ ആയാലും അത് എന്തൊക്കെ പണി ചെയ്താലും ഒരു ഫ്ലൈറ്റിനെ അത് ഫിസിക്കലി ഒരു തരത്തിലും ബാധിക്കില്ല. നാരായണ അസ്ത്ര ഒരു ട്രോൾ പേജ് ആണെങ്കിൽ ഇതൊരു ഗംഭീര ട്രോൾ തന്നെയാണ്. പക്ഷേ മറ്റുള്ള പോസ്റ്റുകളും സംഘപരിവാർ സ്തുതികളും കാണുമ്പോൾ അത് ട്രോൾ അല്ല എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. ഈ മണ്ടത്തരങ്ങൾ നിരവധി പേർ ഷെയർ ചെയ്യുന്നുണ്ടെന്നതാണ് ഏറ്റവും രസകരമായ ഒരു വസ്തുത.